Today, I am going to discuss arterial system of rabbit. Arterial system of rabbit formed of branching of two large vessels. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പൾമണറി ട്രങ്ക്, രണ്ടാമത്തെ കോർട്ടിക്കോ സിസ്റ്റമിക് ട്രങ്ക്. കോർട്ടിക്കോ സിസ്റ്റമിക് ട്രങ്ക്. പൾമണറി ട്രങ്കിനെ പൾമണറി അയോട്ട എന്നും പറയാറുണ്ട്. കോർട്ടിക്കോ സിസ്റ്റമിക് ട്രങ്കിനെ ലെഫ്റ്റ് സിസ്റ്റമിക് അയോട്ട എന്ന് പറയാറുണ്ട്. ഇതാണ് പൾമണറി ട്രങ്ക്. കണ്ടുല്ലോ. ഈ പൾമണറി ട്രങ്ക് എറൈസ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ എന്നാണ്. ഇതാ എറൈസസ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ ട്ടാ. ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ എന്നാണ് ഇത് എറൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഡിവൈഡ്സ് ഇൻറ്റു ടു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെഡായിട്ട് തന്നെ കാണിച്ചാണത്. വേറെ നിറം വേണമെങ്കിൽ കൊടുക്കാം, ഐഡന്റിഫൈ ചെയ്ത്. കണ്ടു, ഇത് ഇവിടുന്ന് ഇങ്ങനെ എറൈസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ടു ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് എൻ്റർ ഇൻ ടു ദ ലങ് ഓഫ് ഇറ്റ് സൈഡ്. ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അങ്ങനെ രണ്ട് സൈഡിലോട്ടും എൻ്റർ ചെയ്യുന്നു. എന്താണ് ഇവരുടെ ഫങ്ഷൻസ്? ഈ രണ്ട് ആർട്ടറീസും ക്യാരി ചെയ്യുന്നത്, ഈച്ച് ഓഫ് ദ ആർട്ടറീസ് ക്യാരീസ് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈച്ച് ഓഫ് ദ ആർട്ടറീസ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. പൾമണറി ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് പൾമണറി ട്രങ്ക്, ഓൾസോ നോൺ ആസ് പൾമണറി അയോട്ട, വിച്ച് എറൈസസ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ഡിവൈഡ്സ് ഇൻറ്റു ടു പൾമണറി ആർട്ടറീസ്. റൈറ്റ് പൾമണറി ആർട്ടറി, ലെഫ്റ്റ് പൾമണറി ആർട്ടറി. റൈറ്റിലോട്ട് പോകുന്നത് റൈറ്റ് ലങ്ങിലോട്ട് ഓപ്പൺ ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് പോകുന്നത് ലെഫ്റ്റ് ലങ്ങിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇത് രണ്ടും ക്യാരി ചെയ്യുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിക്കോ സിസ്റ്റമിക് ട്രങ്ക് ഓർ ലെഫ്റ്റ് സിസ്റ്റമിക് അയോട്ട. ഇതാണ് കേട്ടാ. ഇതാണ്. ഇത് എവിടെ നിന്നാണ് റൈസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത്. ദിസ് എറൈസസ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതെന്താ ചെയ്യുക വെച്ചാൽ ആർച്ചസ് ടു ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ആർച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ട, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ആർച്ച് ചെയ്തിട്ട് വളഞ്ഞു വന്ന് ദെൻ റൺസ് ടു ദ ടെയിൽ. ടെയിലോട്ട് താഴെ റീജിയൻ വരെ എന്തായിട്ട് ഡോൾസൽ അയോട്ടയായിട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ്. ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ റൈസ് ചെയ്തിട്ട് അത് ഡോൾസൽ അയോട്ടയായിട്ട് റൺ ചെയ്ത് അവസാനം ടെയിൽ റീജിയൻ വരെ എത്തുന്നു. ഇതന്നെ തൊറാസിക് റീജിയനിൽ വരുമ്പോൾ തൊറാസിക് അയോട്ടാന്നും, ഇതിവിടെ തൊറാസിക് അയോട്ടാന്നും ഇവിടുന്നോട്ടൊക്കെ അബ്ഡമിനൽ അയോട്ട. എന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് അതെന്തോട്ട് ഇങ്ങോട്ട് പോകും, ടെയിൽ റീജിയൻ വരെ വന്നിട്ട് അവസാനം വന്ന് എൻഡ് ചെയ്യുന്നത് എന്താണ്, കോഡൽ ആർട്ടറി ആയിട്ട് വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. കോഡൽ റീജിയൻസിൽ വന്ന് എൻഡ് ചെയ്യും. ഇനി എറൈസിങ് ഫ്രം ദ ബേസ് ഓഫ് ദ ലെഫ്റ്റ് അയോട്ട രണ്ട് ആർട്ടറീസ് കൊറോണറി ആർട്ടറീസ് ആയിട്ട് ഹാർട്ടിലോട്ട് പോകുന്നുണ്ട്. ഇനി അയോട്ടിക് ആർച്ച് നിന്ന്
എറൈസ് ചെയ്തിട്ട് 3 ആർട്ടറീസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് അയോട്ടിക് ആർച്ചിൽ നിന്ന് എറൈസ് ചെയ്യുന്നത് ലെഫ്റ്റ് സബ്ക്ലേവിയൻ, ഇതാണ് കേട്ടോ ലെഫ്റ്റ് സബ്ക്ലേവിയൻ, പിന്നെ ഇന്നോമിനേറ്റ് ഓർ ബ്രാങ്കിയോസെഫാലി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്. അത്രയാണ് ലെഫ്റ്റ് അയോട്ടിക് എറൈസിങ് ഫ്രം ലെഫ്റ്റ് അയോട്ടിക് ആർച്ചിൽ നിന്ന് എറൈസ് ചെയ്യുന്നത്. ഇനി ഇന്നോമിനേറ്റ് ആർട്ടറിയിൽ നിന്നാണ് എന്തൊക്കെ റൈറ്റ് കോമൺ കരോട്ടിഡും, ഇതല്ലേ റൈറ്റ് കോമൺ കരോട്ടിഡ്, റൈറ്റ് കോമൺ കരോട്ടിഡും റൈറ്റ് സബ്ക്ലേവിയനും എറൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിതിവിടെ ഒന്നും കൂടെ അത് എഴുതാം. പടം മനസ്സിലായല്ലോ? ലെഫ്റ്റ് അയോട്ടിക് ആർച്ചിൽ നിന്ന് 3 ബ്രാഞ്ചസ് വരുന്നത്. ഒന്ന് ഇന്നോമിനേറ്റ്, രണ്ടാമത്തെ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, മൂന്നാമത്തെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ. ഇത് 3 അതായത് ലെഫ്റ്റ് സബ്ക്ലേവിയൻ, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, ഇന്നോമിനേറ്റ്, ഈ 3. ഇനി ഇന്നോമിനേറ്റിൽ നിന്ന് 2 ഡിവൈഡ് ചെയ്ത് പോകുന്നത്. റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. റൈറ്റ് കോമൺ കരോട്ടിഡ്, റൈറ്റ് സബ്ക്ലേവിയൻ എന്ന് 3 ഡിവിഷൻസ് ആണ് വരുന്നത്. ഒന്ന് വെർട്ടിബ്രൽ, അത് വെർട്ടിബ്രൽ കോളത്തിൽ ആൻഡ് സ്പൈനൽ കോഡിലോട്ട് പോകുന്നതാ. ഇതാണ് റൈറ്റ് സബ്ക്ലേവിയൻ വരുന്നത്, വെർട്ടിബ്രൽ. പിന്നെ രണ്ടാമത്തെ വരുന്നത് ആൻറ്റീരിയർ എപ്പിഗാസ്ട്രിക്, ഇത് കേട്ടോ ആൻറ്റീരിയർ എപ്പിഗാസ്ട്രിക്. പിന്നെ ബ്രാങ്കിയൽ, ഫോർ ലിംബിലോട്ട് പോണത് ബ്രാങ്കിയൽ. വെർട്ടിബ്രൽ എന്ന് പറഞ്ഞാൽ ആർട്ടറി പോണത് വെർട്ടിബ്രൽ കോളത്തിലോട്ട്. പിന്നെ സ്പൈനൽ കോഡ് എക്സെട്ര. എപ്പിഗാസ്ട്രിക്, ആൻറ്റീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറി പോണത് ഓർ ഇന്റേണൽ മെമ്മറി ആർട്ടറി എന്നും കൂടെ പറയും, തൊറാക്സ് റീജിയനിലോട്ട് പോവും. ബ്രാങ്കിയൽ ആർട്ടറി പോണത് ഫോർ ലിംബിലോട്ട്. ഇനി ഇത്രയാണ് റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറീസിന്റെ ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി റൈറ്റ് കോമൺ കരോട്ടിഡ് 2 ഡിവൈഡ് ചെയ്തേണ്ടത്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ കരോട്ടിഡും ഇന്റേണൽ കരോട്ടിഡും അല്ലേ? എക്സ്റ്റേണൽ കരോട്ടിഡ് സപ്ലൈസ് ബ്ലഡ് ടു പിന്ന, ജോ മസിൽസ്, സലൈവറി ഗ്ലാൻസ്,
പിന്നെ ഔട്ടർ പാർട്ട് ഓഫ് ദ ഹെഡ്, അങ്ങനെയൊക്കെ ആയിട്ട് പോകും. ഇന്റേണൽ കരോട്ടിഡ് കൊടുക്കുന്ന ബ്രെയിനും ഇൻഫീരിയർ ഓഫ് ദ ഹെഡിലോട്ടാണ്. എക്സ്റ്റേണൽ കരോട്ടിഡ് കൊടുക്കുന്ന പിന്ന, ജോ മസിൽസ്, ലിപ്സ്, സലൈവറി ഗ്ലാൻസ് ആൻഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ ഹെഡിലോട്ടാണ് കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തൊറാസിക് അയോട്ടയാണ് ഇനി വരുന്ന ഭാഗം എന്ന് പറയുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞു ദി റീജിയൻ, തൊറാസിക് അയോട്ടയാണ് റീജിയൻ എന്ന് പറഞ്ഞു. തൊറാസിക് അയോട്ട സീരീസ് ആയിട്ടാണ് കാണുന്നത്. അതിന് ഇന്റർകോസ്റ്റൽ ആർട്ടറീസും ഫ്രെനറിക് ആർട്ടറീസും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, ഇതിനെ പറയുന്നതാണ് ഫ്രെനറിക്. ഫ്രെനറിക് ആർട്ടറി എന്നും പറയും. ഇനി ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് സപ്ലൈസ് ബ്ലഡ് ടു ദ ഇന്റർകോസ്റ്റൽ മസിൽസ് ഓഫ് ദ റിബ്. ഈ ഇന്റർകോസ്റ്റൽസ് റിബിൽ കാണുന്ന ഇന്റർകോസ്റ്റൽ മസിൽസ് ഓഫ് ദ മസിൽസിനാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഫ്രെനറിക് ആർട്ടറി ഡയഫ്രത്തിൽക്ക് ആണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഇതിങ്ങനെ വരും കേട്ടോ. ഇതാണ് ഡയഫ്രം. ഡയഫ്രത്തിൽക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് ഫ്രെനറിക്. ഇനി ഈ തൊറാസിക് അയോട്ട കണ്ടിന്യൂ ചെയ്തിട്ട് എന്താവുന്നു, അബ്ഡമിനൽ അയോട്ടയായിട്ട് ഫോം ചെയ്തത് നമ്മൾ നേരത്തെ കാണിച്ചു. അബ്ഡമിനൽ അയോട്ട വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് മേജർ ആർട്ടറീസ് കുറെ എണ്ണം അബ്ഡമിനൽ അയോട്ടയിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. ആന്റീരിയർ ഫസ്റ്റ് വൺ നമുക്ക് ഇവിടെ പറയാം. ആന്റീരിയർ മീസെൻട്രിക് ആർട്ടറി. ഇത് ഈ മേജർ ഡിവിഷനാണ് പറയുന്നത് കേട്ടോ. ആന്റീരിയർ മീസെൻട്രിക് ആർട്ടറി, അത് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഡിയോഡിനം ഉണ്ട്. അത് സ്റ്റൊമക്കിന്ന് പോകുന്ന ഡിയോഡിനം, ഇലിയം, സീക്കം, കോളൺ, പാൻക്രിയാസിൽക്കൊക്കെ പോകുന്നത് ഈ ആന്റീരിയർ മീസെൻട്രിക് ആർട്ടറി എന്നുള്ള ഡിവിഷൻസ് ആണ് കേട്ടോ, ഓരോ സെല്ലുകൾ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പെയർ ഓഫ് റീനൽ ആർട്ടറീസ്. കണ്ടോ, ഇത് റൈറ്റ് സൈഡിലും റൈറ്റ് കുറച്ചിത്തിരി മുകളിലോട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് റീനൽ ആർട്ടറീസ്. അബ്ഡമിനൽ അയോട്ട എന്നുള്ള ഡിവിഷൻസ് ആണ് പറയുന്നത്. പിന്നെ എ പെയർ ഓഫ് ഗൊണാഡിയൽ ആർട്ടറീസ് ടു ദ ഗൊണാഡ്സ്. ഗൊണാഡ്സിലേക്ക് പോകുന്ന ഗൊണാഡിയൽ ആർട്ടറീസ് ഇത് വരും. ഇനി നെക്സ്റ്റ് മെയിൽസിന്റെ കേസിലാണെന്ന് വെച്ചാൽ സ്പെർമാറ്റിക് ആർട്ടറീസ് എന്ന് പറയും, ഫീമെയിൽസിലാണെങ്കിൽ ഓവേറിയൻ ആർട്ടറീസ്. ഇനി പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറീസ്, ഈ സൈഡിലോട്ട് ഇത് കണ്ടോ വേറൊരു ഡിവിഷനായിട്ട് വരുന്നുണ്ട്, പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറീസ്. പിന്നെ അത് കോളൻ റെക്റ്റം അതിലൊക്കെ പോകുന്നതാണ് പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറീസ്. പിന്നെ പെയർഡ് സീരീസ് ഓഫ് ലംബാർ ആർട്ടറീസ്, അത് 2 എണ്ണം വീതമാണ് ഇവിടെ. ഇവിടെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്, ഇതിങ്ങനെ 2 എണ്ണം, ഇത് 2 എണ്ണം ലംബാർ ആർട്ടറീസ് ടു ദ ഡോർസൽ ബോഡി വാളിലോട്ട് പോകുന്ന. പിന്നെ പെയർ ഓഫ് കോമൺ ഇലിയാക് ആർട്ടറീസ്, അത് പെയറായിട്ട് വരുന്നുണ്ട്, 2 സൈഡിലോട്ടും വരുന്നുണ്ട് കോമൺ ഇലിയാക് ആർട്ടറീസ്. ഈ ഇത് പറയുന്നത് ഇത് ഇലിയോ ലംബാറ കേട്ടാ. അത് കോമൺ ഇലിയാക് ആർട്ടറീസ് വരുന്ന 2 ആർട്ടറീസ് ഉണ്ട്, അതിൽ ഇതാണ് ഇലിയോ ലംബ.
ലംബാർ ആർട്ടറീസ്. അത് മസിൽസ് ഓഫ് ദ ബാക്കിലോട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇന്റേണൽ ഇലിയാക്. ഇന്റേണൽ ഇലിയാക് ഓർ ഹൈപ്പോഗ്യാസ്ട്രിക് എന്നും കൂടെ പറയുന്ന പേര് പറയും. ഹൈപ്പോഗ്യാസ്ട്രിക്. അത് കൊടുക്കുന്നത് പെൽവിസ്, യൂറിനറി ബ്ലാഡർ, യൂട്രസിലൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി അത് ഇതാണ്. അത് ലാസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് ഫെമറൽ ആർട്ടറി ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ പോസ്റ്റീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറി അത് വെൻട്രൽ അബ്ഡോമിനൽ വാളിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് പോസ്റ്റീരിയർ. ലാസ്റ്റ് വരുന്ന ഒരെണ്ണാണ് പോസ്റ്റീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറി. അത് എങ്ങോട്ടാണ് പോകുന്നത്? വെൻട്രൽ അബ്ഡോമിനൽ വാളിലോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞിരുന്നത് കോഡൽ ആർട്ടറിയാണ് ഡോർസൽ അയോട്ട എൻഡ് ചെയ്യുന്നത്. കോഡൽ ആർട്ടറി അത് കണ്ടിന്യൂഷൻ ഓഫ് ദ അബ്ഡോമിനൽ അയോട്ട ടെയിൽ വരെ വരുന്നതാണ്. ഇതിനെ കോഡൽ ആർട്ടറി എന്ന് പറയും. അത്രയാണ് ഏത് റീജിയൻസ്? ഇത്രയുമാണ് അബ്ഡോമിനൽ അയോട്ടയുടെ ബ്രാഞ്ചസ് പറഞ്ഞ് നമുക്കൊന്നും കൂടെ പറയാം. ജനറൽ ആയിട്ട് അബ്ഡോമിനൽ അയോട്ട സീലിക് ആർട്ടറി എന്ന് പറയും. സീലിക് ആർട്ടറി ഡൈജസ്റ്റീവ് ഓർഗൻസിലോട്ട് പോകുന്നതാണ്. അത് ഹെപ്പാറ്റിക് ആർട്ടറി ലിവറിലോട്ട് നേരത്തെ കാണിച്ചു. ഇതാണ് ലിവർ. ലിവറിലോട്ടും പിന്നെ എങ്ങനെയാണ് ലീനോഗാസ്ട്രിക് ആർട്ടറി സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീൻ ഇതൊക്കെ. ഇത് ലിവറിലോട്ടും പിന്നെ ലിവറിലോട്ട് ഹെപ്പാറ്റിക് ആർട്ടറി ആയിട്ടും ലിവറിലോട്ട് പോകുന്നത് ഇതെന്ന് പറയുന്നത് സ്റ്റൊമക്കിലോട്ടൊക്കെ പോകുന്നതാണ് ലീനോഗാസ്ട്രിക് ആർട്ടറി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത്. ഇത് ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് എങ്ങോട്ട് പോകുന്നു? ഡിയോഡിനം, ഇലിയം, അങ്ങനെ ആ ആൻറ്റീരിയർ റീജിയനിലോട്ട് പോകുന്നതാണ്. കോളൺ, പാൻക്രിയാസിലോട്ടൊക്കെ പോകും. പിന്നെ പെയർ ഓഫ് റീനൽ ആർട്ടറീസ് ഉണ്ട്. റൈറ്റിലോട്ട് ഒരെണ്ണം, ലെഫ്റ്റിലോട്ട് ഒരെണ്ണം. പിന്നെ ഗൊണാഡൽ ആർട്ടറീസ് പോകുന്നുണ്ട്. ഗൊണാഡൽ ആർട്ടറീസ് ഗൊണാഡ്സിലോട്ട് പോകും. മെയിൽസിൽ സ്പെമാറ്റിക് ആർട്ടറീസും ഫീമെയിൽസിൽ അത് ഓവേറിയൻ ആർട്ടറീസും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. ഇതാണ് പറഞ്ഞത് നമ്മൾ. അതെങ്ങോട്ടാണ് പോകുന്നത്? അത് പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ അലിമെന്ററി കനാലൊക്കെ പോകുന്നത്. കോളൺ, റെക്റ്റം ഒക്കെ പോകുന്നത്. പിന്നെ പെയർഡായിട്ട് കാണുന്ന രണ്ടെണ്ണം ഉണ്ട്. അതാണ് ലംബാർ ആർട്ടറീസ്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസൽ ബോഡി വോളിലോട്ടാണ് പോകുന്നത്. പിന്നെ വരുന്നതാണ് കോമൺ ഇലിയാക് ആർട്ടറീസ് പറഞ്ഞു. അത് ഇന്റേണൽ ഇലിയാക്ക് ഉണ്ട്, എക്സ്റ്റേണൽ ഇലിയാക്ക് ഉണ്ട്, ഇലിയോ ലംബാർ ഉണ്ട്. ഇലിയോ ലംബാർ എന്ന് പറയുന്നത് മസിൽസ് ഓഫ് ദ ബാക്കിലോട്ട് പോകുന്നതാണ്. ഇന്റേണൽ ഇലിയാക്ക് ഡിവൈഡ് ചെയ്തിട്ട് പെൽവിസിലോട്ടും അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. അത് എന്നിട്ട് വെസിക്കുലാർ ആർട്ടറീസ് ആയിട്ട് മാറുന്നുണ്ട്. വെസിക്കുലാർ ആർട്ടറീസ് ആണ് യൂറിനറി ബ്ലാഡറിലോട്ടും റെക്റ്റത്തിലോട്ടും ഏനസിലോട്ടൊക്കെ പോകുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറീസ് ഫെമറൽ ആർട്ടറിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫെമറൽ ആർട്ടറീസ്. പിന്നെ പോസ്റ്റീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറി എന്നിട്ട് ഉണ്ട്. ആ ഒരു ആർട്ടറി ഉണ്ട്. അത് വെൻട്രൽ അബ്ഡോമിനൽ വാളിലോട്ടാണ് പോകുന്നത്. അവസാനം ഈ അബ്ഡോമിനൽ അയോട്ട അവസാനം വന്ന് എൻഡ് ചെയ്യുന്ന ആർട്ടറിയാണ് കോഡൽ ആർട്ടറി. അത് ചെയിൽ റീജിയൻ വരെ എത്തും. ഇത്രയാണ് ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് ദ റാബിറ്റ്. ഓക്കെ.